ജില്ലയിലെത്തുന്ന പ്രതിപക്ഷ നേതാവിന്റെ യാത്ര തട്ടിപ്പാണെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനാണ് വി.ഡി. സതീശനും കൂട്ടുകാരും ശ്രമിക്കുന്നത്. ഹരിത എംഎൽഎമാരിൽ ഒരാളായ സതീശൻ ഇടുക്കിയെ ഒറ്റിക്കൊടുക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇയാളാണ് ഇപ്പോൾ കർഷകരെ ഉദ്ധരിക്കുവാൻ എന്ന പേരിൽ ഇടുക്കിയിലേക്ക് കെട്ടിയെടുക്കുന്നതെന്നും കിസാൻ സഭ സംസ്ഥാന നേതൃത്വം പരിഹസിച്ചു. മലയോര കർഷകരെ രക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മലയോര മേഖലകളിൽ UDF ഒരു വിലാപയാത്ര ആരംഭിച്ചിട്ടുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമവും 1980 വനസംരക്ഷണ നിയമവും മലയോര ജനതയെ ആകെ വളരെ ദ്രോഹകരമായി ബാധിക്കുന്നതാണ്. വന്യജീവികൾ എണ്ണത്തിൽ പെരുകുകയും കാട്ടിൽ തീറ്റയും വെള്ളവുമില്ലാതെ നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിച്ച് കൊല്ലുകയും അതോടൊപ്പം അവരുടെ കൃഷിദേഹങ്ങൾ നശിപ്പിക്കുകയും മറ്റു തരത്തിലുള്ള നാശങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. വന്യജീവികളെ നിയന്ത്രിക്കാൻ ഈ നിയമം കേരള സംസ്ഥാന സർക്കാരിനെ അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് 80 വനസംരക്ഷണ നിയമം. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയോര കർഷകർക്ക് പട്ടയം കൊടുക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. CHR മേഖല, കാർഡമം ഹിൽ റിസർവ് എന്ന് ഒരു ഓമന പേരിട്ട് ദശാബ്ദങ്ങളും നൂറ്റാണ്ടുകളുമായി ജീവിക്കുന്ന മനുഷ്യനെ കുടിയിറക്കാൻ വേണ്ടി പരിസ്ഥിതിവാദികളും അതുപോലെ വനം വകുപ്പും ഇപ്പോൾ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിന് കാരണവും ഈ നിയമമാണ്. ഇത് മാത്രമല്ല, ആസിയാൻ കരാറ് പോലുള്ള അന്താരാഷ്ട്ര കരാറുകൾ ഉണ്ടാക്കി മലയോര കർഷകരുടെ നാണ്യവിളകൾ കുറഞ്ഞ വിലയ്ക്ക് ബഹിരാഷ്ട്ര കുത്തകകൾക്ക് വാങ്ങാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തത് UDFൻ്റെ കർഷകദ്രോഹ നയങ്ങളാണ് എന്നുള്ളതും നാട്ടിലെല്ലാവർക്കും അറിയാം.